കൊച്ചുവിനെ നമ്മൾ മുട്ട അടിക്കാൻ പോവാണെന്ന്. മുട്ടയൊന്നും അടിക്കുന്നില്ല, ചെറുതായിട്ടൊന്ന് വെട്ടണം. ഇന്നപ്പം മുടി വെട്ടാൻ വേണ്ടി പോവാണ് സുഹൃത്തുക്കളെ. ഇന്ന് പറ്റ അടിക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ ജയിലിലൊക്കെ പരോള് കഴിഞ്ഞിറങ്ങും ആ ഒരു അവസ്ഥ ഉണ്ടല്ലോ. ഗജനിയാണ് ഒരു വര കിട്ടല്ലേ? വേണ്ട, സൂപ്പർ ആയിക്കോട്ടെ. നമ്മൾ എപ്പോഴും ഇങ്ങനെ വ്യത്യസ്തമായിട്ടിരിക്കണം. വ്യത്യസ്തമായിട്ട് ഒരേ ലുക്ക് ഇരിക്കുമ്പോൾ നമുക്ക് തന്നെ ബോറടിക്കും, കാണുന്നത് നിങ്ങൾക്കും ബോറടിക്കും. അതെ, ഇത് വെട്ടി കഴിയുമ്പോൾ അതിലും ബോറായിരിക്കും. വെട്ടി കഴിയുമ്പോൾ എനിക്കറിയാം മിക്കവാറും കുളമാകും. 2 ദിവസത്തേക്ക് കുഴപ്പമില്ല. എന്നാൽ നിന്റെ ഒരു ലുക്ക് ഒരു രസമില്ല. ഇപ്പൊ കുറച്ച് ഓവർ ആയിട്ടുണ്ട്, മുടി വളർന്ന് ഇവിടെയൊക്കെ വളർന്ന്. മൃദുലയിന്നില്ല, മൃദുലയ്ക്ക് ചെറിയ ഇന്നലെ രാത്രി വന്ന് സിനിമയും കണ്ടു കഴിഞ്ഞ് വന്നിട്ട് എന്തോ ഒരു ഫീവർ രാവിലെ. ട്രാവലൊക്കെ കുറയ്ക്കണം മുറിനെ കൊണ്ട്. അതെ ഗൈസ്, നിങ്ങളുടെ എല്ലാവരുടെയും അഭ്യർത്ഥന പ്രകാരം നമ്മള് മുറിനെ കൊണ്ട് ഇനി വീട്ടിന്റെ വെളിയിൽ ഇറങ്ങണം. എനിക്ക് സ്പാ ചെയ്യണം. എന്റെ നല്ല ഇച്ചിരി ഡാൻഡ്രഫ് ഒക്കെ ഉണ്ട്. കഴിഞ്ഞ കുറെ നാളായിട്ട് നമ്മൾ നല്ലോണം ഈ ഹെയർ കെയർ ഒക്കെ നല്ല ചെയ്യുമായിരുന്നു. ഇപ്പൊ ഒരു മാങ്ങാത്തോലിയില്ല, ഇപ്പൊ ഹെൽത്ത് കെയറേ ഉള്ളൂ. ഹെയർ കെയറിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല സുഹൃത്തുക്കളെ. ഇതെടുക്കാം. എന്റെ പേരെന്താ? തല ചെയ്യുന്ന സംഭവം അതിന്റെ പേരും മറന്നു പോയാലോ ദൈവമേ. അതിന്റെ പേര് തന്നെ മറന്നു. PRP ആയിരുന്നു ഗൈസ്. അതുകൊണ്ട് തന്നെ നമ്മള് മന്ത്ലി ഒരു വട്ടം സ്പാ ചെയ്യുമായിരുന്നു. ഇപ്പം സ്പാ ചെയ്തിട്ട് തന്നെ 3 മാസം 4 മാസം ഒന്നും പോയാൽ തോന്നുന്നു. എനിക്കറിയാൻ പോയി ഇന്ന് സ്പാ എന്ന് ചെയ്യണം. ഞാൻ മുടിയൊന്നും വെട്ടുന്നില്ല, സ്പാ ചെയ്യണം. അങ്ങനെ കൊച്ചു വീണ്ടും മുടി വെട്ടാൻ വേണ്ടി പോവുകയാണ് സുഹൃത്തുക്കളെ. ട്രിവാൻഡ്രം വന്ന് എന്നാ തല അങ്ങ് വെട്ടിക്കളയാ. കൊച്ചിലെ മുടി വെട്ടിക്കൊണ്ടിരിക്കുന്നു. നീ മുടി വെട്ടുമ്പോഴത്തേക്ക് ഞാൻ പോയി സ്പാ ചെയ്തിട്ട് വരാം. ലാസ്റ്റ് ആ ഫൈനൽ ഇപ്പോഴത്തെ മൂഞ്ചി കണ്ട സുഹൃത്തുക്കളെ ഒരു മണി തേങ്ങ വെട്ടി വെച്ചാൽ കൊണ്ട് ഇനി മുടി വെട്ടിയിട്ട് വരുമ്പോൾ അത് ഏത് അത് കാണാം. കൊള്ളാരിക്കൂടാ. ലാസ്റ്റ് ആയിട്ട് എന്താ പറയാനുള്ളേ? ഒന്നും പറയല്ല, വെട്ടിയിട്ട് വരാം. ഹേ ഗായ്സ്, അപ്പം ഞാൻ മുടിയൊക്കെ വെട്ടി റെഡി ആയിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഇനി കൊച്ചുവിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം. കൊള്ളടാ. ഒരു എന്തോ ഒതുങ്ങി പോയത്, ഒരു ഉണ്ണിക്കുട്ട ഫീല്. ഒരുപാട് മുടി വെട്ടിയില്ലേ? നല്ലോണം വെട്ടി. ഞാൻ പറഞ്ഞു വെട്ടി കുറയ്ക്കാൻ. കൊള്ളാം ഗായ്സ്. ഇപ്പൊ ഒതുങ്ങി കൊച്ചു, കോമളനായി. ഇനി നന്മയുടെ പാത, അതാണ് ഇനി ലക്ഷ്യം. നന്മ മാത്രം. പൊന്നു ഗൈസ്, ഫുഡൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. നമ്മളെപ്പം കയറിയതാണെന്നറിയാം. ഭയങ്കര താമസം ഇവിടെ. ഇനി കഴിക്കണം. വിശന്നിട്ട് ഉപ്പാട് വരുന്നത് കേട്ടോ. അതുപോലെ നമുക്കിനി വണ്ടി ഒന്ന് നോക്കാൻ പോകണം കേട്ടോ. നമ്മളെ വണ്ടി വർക്ക് നടന്നുകൊണ്ടിരിക്കുകയല്ലേ നമ്മൾ. അപ്പോൾ അതൊന്ന് സർവീസ് സെൻ്ററിൽ കയറിയിട്ട് അത് എവിടം വരെ ആയി എന്നൊക്കെ ഒന്ന് കാണണം. അതൊക്കെ നോക്കിയിട്ട് നമുക്ക് പോവാം കേട്ടോ. രജു? അതെ. ഇനി കളിയാക്കൽ സഹിക്കണമല്ലേ? ഈ മുടി താടി വെട്ടി കളിയാക്കൂല്ലേ അല്ലേ? പക്ഷെ കൊള്ളാണ്, നല്ല രസമുണ്ട്. ഫുഡ് എവിടെന്നേലും വെട്ടാന്ന് വിചാരിച്ചതാ, ഇനി വരണ്ടെന്ന് വിചാരിച്ചതാ. പക്ഷെ കട നോക്കി കഴക്കൂട്ടൊക്കെ എത്താറ്. പിന്നെ നേരെ ഇനി വന്നു കേട്ടോ. അപ്പൊ എന്തായാലും നമുക്കിനി നേരെ ഷോറൂമിലോട്ട് പോകാം. ഫുഡും കഴിച്ചിട്ട് ഷോറൂമിലോട്ട് പോകാം കേട്ടോ. വണ്ടി കൊണ്ടിട്ടത് കണ്ടോ നമ്മൾ. ഈ ഒരു ചോലയുടെ ഇടയിലായതുകൊണ്ട് തന്നെ വെയിലില്ല. അതുകൊണ്ട് ഇവിടെയൊക്കെ മുതുക്ക് വെയിലാട്ടോ ഗൈസ്. എപ്പോഴത്തെ പോലെ നല്ല വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി നല്ല അടിപൊളി മീൽസ് കേട്ടോ. എല്ലാം ഉണ്ട്. സാമ്പാർ, വലിയൊരു പുതുക്ക് പപ്പടം. ഇതെന്തുവാ ഇത്? കൊണ്ടാട്ടം. കൊള്ളാമോളാ. അപ്പോൾ നമ്മളിത് നെക്സ ഷോറൂമിൻ്റെ ഫ്രണ്ടിലെത്തി കേട്ടോ. നമ്മളെ വണ്ടി ഇവിടെ കൊടുത്തിട്ട് ഏതാണ്ട് 2 ആഴ്ച കഴിഞ്ഞു ഇല്ലേ? വേറൊരു ബലീനെ കൊണ്ടിട്ടിരിക്കുന്നു. നിങ്ങൾ വീഡിയോയിലൊരു കമന്റ് ഇട്ടേ കണ്ട്, ബലീനെന്ന് മാറ്റി ബലഹീനം എന്നാക്കായി. എന്തായാലും കുറച്ചുകൂടെയൊക്കെ മാറ്റമുണ്ട് ഇപ്പൊ. പണ്ട് പപ്പടം പൊടിയായിരുന്നു, കുറച്ചുകൂടെ കട്ടിയുള്ള പപ്പടം. നമ്മളിത് വീട്ടിലെത്തി കേട്ടോ. നമ്മൾ വണ്ടിയൊക്കെ കണ്ടു. വണ്ടി പിന്നെ അകത്ത് വീഡിയോ അലൗഡ് അല്ലായിരുന്നു, അവരെ സർവീസ് സെന്റർ അല്ലേ. എന്തായാലും വണ്ടി ഏതാണ്ടൊക്കെ കംപ്ലീറ്റ് ആയില്ലേടാ വെച്ചു. ഒരാഴ്ച കൂടെ കഴിയുമ്പോൾ വണ്ടി കിട്ടും കയ്യിൽ കേട്ടോ. ഇവിടെ കൊച്ചുവിന്റെ മുടി വെട്ടി റിയാക്ഷൻ എടുക്കാം കേട്ടോ. നമുക്ക് മുടി വെട്ടിയെന്ന് പറഞ്ഞായിരുന്നു. പറഞ്ഞിട്ടില്ലേ പോയത്? പിന്നെ ഇവിടെ ആരുമില്ലേ? എടീ എങ്ങനെയുണ്ട് എന്റെ ലുക്ക്? എങ്ങനെയുണ്ട് എന്റെ ലുക്ക്? എങ്ങനെയുണ്ട്? ഞാൻ ഫോട്ടോ അയച്ചപ്പോ സൂപ്പർ ആയിരുന്നു. കൊച്ചേ, നായകൻ വീണ്ടും പറ വെട്ടിത്തിക്കും. നോക്ക് എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്?
ഉണ്ണിക്കുട്ടനായില്ലേ ക്ലാംബ്ലൻ ഇല്ല മുഖം ഒന്നില്ല സത്യം പറയില്ല വെള്ളൊക്കെ കണക്കിരിക്കത്തില്ലേ എല്ലാം പറയാൻ പുഷ്പിക്ക് എന്താണെന്ന് അറിയില്ല. മുടി നേരെ മേലോട്ട് വെച്ചോണ്ട് മേലോട്ട് പോയി നേരത്തെ വെച്ചോണ്ട് ഇറങ്ങി വന്നപ്പോ നല്ല ഭംഗിയായിരുന്നു കാണാൻ. ഇപ്പൊ പോയാ ഇപ്പൊ കറക്റ്റാ മുഖം അങ്ങ് മാറിപ്പോയി ചെറുക്കന്റെ. പണ്ടത്തെ മറ്റേ കുരളമാമ കണക്കൊണ്ട് എടാ നീ പറയുന്നത് നീയാ. നീ പണ്ട് അത്തോലിച്ചവനായിരുന്നു, ഇപ്പോഴും ഒരു മാറ്റമില്ല. പണ്ടത്തെ വീടിയണ്ട ഞാനത് പോലും പറയത്തില്ല. അതാ നീ അതേ പറയത്തില്ല. പക്ഷെ നീ അത് തന്നെ നിന്റെ അന്നും അല്ലല്ല എനിക്ക് നല്ല മാറ്റമുണ്ട്. എനിക്ക് നല്ല ആര് പറഞ്ഞു ഇവൻ ഒരു മാറ്റവും ഇല്ല, അന്നത്തെ കണക്ക് തന്നെ. പോടാ മുണ്ണ എണീറ്റ് മുണ്ണ ലുക്കായിട്ട് വന്നേക്കുന്നതായി. ഒരു ഓടക്കുള്ളിലൂടെ എടുത്ത് വീടാ നീ. അത് എടാ ഓടക്കുഴി ആർക്കാടി ഓടക്കുഴൽ ഇപ്പൊ ഓടക്കുഴലിൽ ചേരുന്ന ആർക്കാടി പറ. മൂകേ അതാര് എങ്ങനെയുണ്ട് പോ? ഞാൻ വിചാരിച്ചു പിന്നെ കളർ അങ്ങോട്ട് എടുത്ത് എന്തോ കൊച്ചു അടിപൊളിയായി. ഞാൻ മുടി വെട്ടിയില്ല, ഞാൻ ഒന്നും ചെയ്തില്ല. അവനാ വെട്ടിയത്. നീ എന്താ ചെയ്ത്? ഞാൻ സ്പാ ചെയ്ത് മറ്റേ ഇത് ഡാൻഡ്രഫ് ഒക്കെ കളഞ്ഞായിരുന്നു. ഞാൻ പഴയ മോനാ. അതാ പുതിയ മോൻ. അത് കൊള്ളാല്ലേ കൊച്ചുവിന്റെ വെട്ടമുണ്ട്. ഇത് എന്തൊരു ഒരു പ്രത്യേകത. അഴുക്ക് പോയതല്ലേ കുളിച്ച് നീരാട്ടായിരുന്ന കൊറേ നേരം വന്നിട്ട്. അതാ പണ്ട് സ്കൂളിലൊക്കെ പോകുന്ന ഓർമ്മ വരുന്ന ഈ മുഖം ഒന്നാ. ഈ കവള് കണ്ടാ? ഈ കവള് നീ ഇങ്ങനെ നോക്കിയേ അല്ല കണ്ടാ? ആ മണ്ടത്തരം ഉണ്ട് അമ്മയുടെ, സകലമാന മണ്ടത്തരം നിനക്കുണ്ട്. അമ്മ മോന് നീ അച്ഛൻ. അതെ അമ്മയുടെ ബുദ്ധി തന്നെ അത് തന്നെ. അമ്മയുടെ സകലമാന മണ്ടത്തരം ഉണ്ട്. ഇല്ല എന്റെ കുഞ്ഞിന് എന്റെ അമ്മയുടെ ബുദ്ധി കിട്ടിയാ മതി. മൊണ്ണ എനിക്കറിയാം ഇത് വെട്ടിയത് അത്ര കൊള്ളത്തില്ല. നിങ്ങളെല്ലാരും ഇനി പറയും പഴയതായിരുന്നു നല്ലത്, പണ്ടത്തായിരുന്നു നല്ലത്. അല്ല ആരും പറയത്തില്ലടാ, ഉള്ളാടാ ഇരിക്ക. എന്നാലും പറയൂ അങ്ങനെ. അല്ല പറയൂടാ, പറയും. അപ്പൊ നീ സ്വന്തമായിട്ട് നിന്റെ കാര്യം ആലോചിക്കാനാണ് നീ സംസാരിക്കുന്നത്. നീ ഒന്ന് നോക്കിയ നീ കൊത്ത പാന്റും എടുത്തിട്ട് ഇത് ട്രെൻഡ്. നീ എന്തിനാ ചെയ്യുന്ന പ്രവീണ? നീ കണ്ണാപ്പിയാന്ന്. അച്ഛൻ വന്ന് അല്ല ഞാൻ ഒന്നും ചെയ്തില്ല, എന്നെ നോക്കണ്ട, ഞാൻ മുടിയൊന്നും വെട്ടില്ല. ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. പണ്ടത്തെ ആ ഒരു അലന്നൊരു ലുക്ക് അങ്ങ് മാറി. കണ്ട അല്ല സീരിയസ് ആയിട്ട് ഒരു അലന്നൊരു അലമ്പ് ലുക്കില്ലായിരുന്നു നേരത്തെ. ഒരു വൃത്തിയില്ലായ്മ, ഒരു കുളിക്കാത്ത ഫീല്. നീ അത്രയ്ക്ക് ഇതാക്കാതാ ട്രെൻഡല്ലേ അച്ഛൻ കീറിയവൻ ഇടാറില്ലേ? ഇല്ല, അത് നിവർത്തികേടുകളുണ്ടാ. എന്തൊരു നിനക്ക് മേടിച്ചോണ്ടുവന്ന അളവ് വലുതായി പോയി, അതുകൊണ്ട് ഞാൻ യൂസ് അല്ലല്ല കീറിയ പാടിക്കളയണ്ടല്ലോ എന്ന് വിചാരിച്ച്. ഈ കീറിയ പാണ്ടിട്ട് എല്ലാരും ഊളകളാണോ? ഇത് ട്രെൻഡല്ലേ, സ്റ്റൈലല്ലേ? ഇത് ഊളകളായിടുന്നേ ആണാ? ഇതല്ലാതെ ഇവയില്ല വല്യപ്പന്മാരെ കണക്ക് ഇവന്റെ ചെവിയില് പൂടെ കൊണ്ട് വടിച്ചളഞ്ഞു. ബ്രോ ഇത് വടിക്കണോന്ന് ചോദിച്ചില്ലടാ? ഒന്നും ചോദിച്ചില്ല. അത് അച്ഛന്റെ വീലും ഉണ്ട്. താണ്ടെ ഇവൻ തന്തവൈബായി വരുന്നുണ്ട്. നീ തന്തവൈ വേണ്ട. സ്കിൻ ഫിന്റ് പാന്റും പാന്റ് വേണ്ട, സ്റ്റൈല് വേണ്ട. നീ എന്റെ പാന്റിനെ നിനക്ക് കുറ്റ. ഞാൻ തിരുവനന്തപുരം പോയി ഇറങ്ങിയതല്ല, ഞാൻ ഇവിടെ ആയൂര് പോയി മുടി വെട്ടാന്ന് പറഞ്ഞ. തിരുവനന്തപുരത്ത് പോയ കോലോ ഇത് കണ്ട. ഈ തിരുവനന്തപുരം ഞാൻ ഇങ്ങനെ പോവോ? പോയത് അല്ല ഞാൻ ഇവിടെ ആയൂര് വെട്ടാന്ന് പറഞ്ഞു. അപ്പൊ അവിടെ കടയില്ല. കൊച്ചു കാഴ്ച ഇങ്ങനത്തെ പാന്റ് ഇടത്തില്ല കേട്ടോ. എന്നിട്ട് ഫെയറിലെ പെമ്പിളാരുണ്ടപ്പോ ഇത് ഇങ്ങനെ ആക്കി നടക്കാന്ന് ഞാനല്ലെന്ന് അറിയട്ടോ. അച്ഛൻ താടിയില്ലല്ലേ? താടി വേണം, ഒരാഴ്ച മതി. എനിക്ക് ഒരാഴ്ച മതി. നര വരാനാ? പക്ഷെ ഉണ്ടല്ലേ, അല്ലല്ലേ അച്ഛന്റെ മീശ പിരിക്കാൻ പറ്റുമോ? പക്ഷെ പ്രദീപിന്റെ മീശ പിരിക്കാൻ പറ്റും. കണ്ട ഇങ്ങനെയാക്കാൻ പറ്റും. അതാണ് വ്യത്യാസം. കണ്ട നിന്റെ മീശ പിരിക്കാൻ പറ്റുമോ? നിനക്ക് നിന്റെ മീശ പിരിക്കാൻ പറ്റുമോ? ഇത് ഹൈപ്രോ പെൻസിലിൽ വരച്ച. എനിക്കിത് മതി. ഈ താടി മീശ അല്ല, ഈ ഇല്ലാത്തവന്മാരെ കളിയാക്കുന്ന കുറച്ചുണ്ട്. ഉള്ളതിന്റെ അഹങ്കാരം മനസ്സിലായില്ലേ? നമുക്ക് ഇത്രയും മതി. അല്ല ഈ വീട്ടിലെ ഏറ്റവും ഗ്ലാമർ പ്രവീണ. അത് കഴിഞ്ഞിട്ട് ഇവിടെ ആരും ഉള്ളു. സത്യം നമുക്ക് ഒരു ഫോട്ടോ എടുത്ത് ഫ്രെയിം ചെയ്യാം. ഏറ്റവും അടിപൊളി നിന്റെ അമ്മയാ.
നീ നിനക്ക് ഇതിലൊന്നും ഒരു അഭിപ്രായം ഇല്ല അല്ലെങ്കിൽ ഞാൻ ഇതിലില്ല, ഞാൻ കണ്ടാ മതി. വീട് ഈ വീടിന്റെ ഐശ്വര്യം അതിവിടെ എഴുതി വെക്കണം. എഴുതി വെക്കുന്നുണ്ടത്. കണ്ണുവിടാതൊക്കെ നമ്മൾ ഈ വണ്ടിയുടെ അടിയിലൊക്കെ ഒരു പടം ഇടൂലടാ, പറ്റില്ല ഭദ്രകാളിയുടെ ഒക്കെ നാക്കൊക്കെ നമ്മള് വണ്ടി കണ്ട് വണ്ടി പണിഞ്ഞ് ഡോറൊക്കെ വെച്ച് ഫിറ്റൊക്കെ ചെയ്ത് വെൽഡൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞോണ്ടപ്പോ ആ വിഷയം അങ്ങ് മാറ്റിയത്. പറയൊന്നുമില്ല, അവൻ തോറ്റു. സീരിയസ് ആയിട്ട് സംസാരിക്കട്ടെ. ബുധനാഴ്ച വണ്ടി കിട്ടും. സൈഡ് ഡോറെല്ലാം മാറ്റി വെൽഡിങ്ങിന് ഇല്ല, വെൽഡിങ് ഉണ്ട് കുറച്ചുകൂടെ. പെയിന്റിങ്ങും ഉണ്ട്. പെയിന്റിങ്ങും അതാണ് വണ്ടി സെറ്റ്. രാത്രി നടാ, ഞാൻ സ്ലോ മോഷൻ എടുത്ത് തരാം, എടുത്ത് റീലിട്. വെട്ട കുറഞ്ഞതേ ഉള്ളു, അങ്ങോട്ട് ഇങ്ങോട്ട് നടക്ക്. ഇല്ല, നീ ഇട്ടാ മതി. നിനക്ക് എടുത്തുതരാം, ഞാൻ എടുത്തുതരാം സ്ലോ മോഷൻ. ഗ്ലാമർ ആയ അതല്ലേ പറയുന്ന, ഗ്ലാമർ ആയോട്ടല്ലേ പറയുന്ന. അതാ പ്രസവിച്ചപ്പോഴൊന്നും ഒന്നും അല്ല, ഇപ്പഴാ ഗ്ലാമർ താരം. നമുക്ക് സ്ലോ മോഷൻ എടുക്കാം. പ്രസവിച്ചപ്പോ കൊള്ളത്തില്ലായിരുന്നത്. അതാ അരിങ്ങണം കെട്ടി കഴിഞ്ഞ് ഇപ്പഴാ സുന്ദരനായത് വീണ്ടും. പ്രണവ് 2.0. നീ എത്തി നിർത്തിയിട്ട് ഒത്തി പോവാ. നിനക്ക് ഒരു പണിയില്ല ഇനി. സ്റ്റൈൽ രാജ് ഇത് വൈകിട്ട് തിന്നാൻ നമുക്ക്. സ്റ്റൈൽ രാജ് ചിക്കൻ ഫ്രൈ ആണ്. സ്റ്റൈൽ രാജ് ഇന്ന് നീയാ കുക്കിങ്. ഇന്നാളെ ഞാൻ ചിക്കൻ സാലഡ് ഞാൻ ഉണ്ടാക്കി. ഞാൻ ചെയ്തു. എനിക്ക് ലെഗ് വേണേ. ഓക്കെ. കേറട്ടെ, കൊടുക്കടാ, കേറിക്ക് കൊടുക്ക്. രാവിലെ തൊട്ടുള്ള കേറിക്ക് ബാക്കിയില്ലേ പെല്ലിക്ക്, ബാക്കി കേറിക്ക് കൊടുക്കടാ. എടാ സ്റ്റൈൽ രാജ് എന്തെങ്കിലും ഉണ്ടാക്കൂ, നമുക്ക് തിന്നാൻ. എടാ നീയാ? അയ്യോ ഞാൻ കൊള്ളത്തില്ല. എടാ നീയല്ലേ പറഞ്ഞു. എടാ ഞാൻ കൊള്ളത്തില്ല പോലെ. ഇവരാ സ്റ്റൈൽ രാജ്. ഇല്ല, ഇവന് സിനിമ എടുക്കണം. അല്ല ഇവന് സിനിമ എടുക്കണം പ്ലീസ്. കൊച്ചിന്റെ അച്ഛൻ എന്തോ ഇപ്പൊ ടൊവിനോ കൊച്ചിന്റെ അച്ഛനല്ലേ? ടൊവിനോയുടെ ലുക്ക് നോക്ക്, നീ നോക്ക്. അല്ല എന്തിന് ബോഡി ഷേമിംഗ് ഒന്നുമില്ല. നീ അവിടെ മാറി എന്നാണ് പേടിയാവുന്നത്. ഇല്ല അല്ല കുഴപ്പമില്ല, വേണ്ട. നിനക്ക് താടി ഇല്ലെങ്കിൽ അതിന്റെ ഒരു വൃത്തിയേട് അറിയത്തില്ല. മീൻസ് ഓക്കെ. പക്ഷേ നമ്മളിത് എടുത്തെടുത്ത് പറയുമ്പോഴും സൂക്ഷിച്ചു നോക്കുമ്പോഴും നമുക്കത് തോന്നും അത് വൃത്തിയേടായിട്ട്. മനസ്സിലായോ? ഇപ്പൊ നമ്മൾ ഈ ഇല്ല എടാ, നീ ഇവിടെ ഇരുന്ന് തരാന്ന് പറഞ്ഞത്. ഇരിയടാ അവിടെ.